സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ വർധനവ്. തട്ടിപ്പ് വഴി ഉപഭോക്താക്കൾക്ക് നഷ്ടമായത് 201 കോടിയോളം രൂപയാണ്. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 23,753 പരാതികളാണ് സൈബർ സെല്ലിന് ലഭിച്ചത്. സംസ്ഥാനത്ത് ഓൺലൈൻ തട്ടിപ്പ് കേസുകളിൽ വർധന ഉണ്ടായതാണ് സൈബർ സെൽ നൽകുന്ന വിവരം. 23,753 കേസുകളിലായി 201 കോടിയോളം രൂപ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം 3,394 പേർക്ക് നഷ്ടമായ 74 കോടി രൂപയും ഇതിൽ പെടുന്നുണ്ട്. ഓൺലൈൻ തട്ടിപ്പിനായി ഉപയോഗിച്ച 5,017 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 239 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും 945 വെബ്സൈറ്റുകളും കേരള പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട തുകകളുടെ 40% തിരികെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നാണ് സൈബർ സെല്ലിന്റെ വാദം. സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മുതലായ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് നിക്ഷേപ തട്ടിപ്പുകൾ ആരംഭിക്കുന്നത്. ഇത്തരം പോസ്റ്റിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്നവരെ തട്ടിപ്പുകാർ തങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗങ്ങളാക്കുന്നു. തുടർന്ന് കൃത്രിമമായി നിർമ്മിച്ച വെബ്സൈറ്റ് മുഖേന നിക്ഷേപം നടത്താൻ ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് അമിതഭാരം നൽകുന്നതോടെ പരാതിക്കാർക്ക് തട്ടിപ്പുകാരിൽ കൂടുതൽ വിശ്വാസമുണ്ടാവുകയും നിക്ഷേപമായി നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നിരന്തരം നിക്ഷേപങ്ങൾ നടത്തിയതിനു ശേഷമാണ് തട്ടിപ്പുകൾ നടത്താറുള്ളത്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യേക വിങ്ങുകൾ രൂപീകരിക്കാനാണ് സൈബർ സെല്ലിന്റെ നീക്കം. ജനം, തിരുവനന്തപുരം.